പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. നിത്യനരകത്തിന്റെ മുന്നറിയിപ്പ് യേശുക്രിസ്തു നൽകിയിരിക്കുന്നു. മനുഷ്യരായ നാം തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ സ്വർഗരാജ്യത്തിന് നമുക്ക് അവകാശമുണ്ടാവുകയുള്ളൂ. നരകം ഒരു നിത്യയാതനാസ്ഥലമാണെന്നും നാം ആരും ആ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു സ്വർഗവാതിലായി ഇന്നും ജീവിക്കുന്നു. ലോകാന്ത്യ സംഭവങ്ങളും യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും വിവരിക്കുന്ന വെളിപ്പാട് പുസ്തക പഠനം. So God is in control. God is in control. Praise the Lord for ദൈവം അല്ലെങ്കിൽ ദൈവമല്ലല്ലോ. ദൈവം എന്നുള്ള കൺസെപ്റ്റ് മാർട്ടിൻ ലൂതർ പറഞ്ഞ എന്താ? മനുഷ്യനെ സംബന്ധിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞു, യുവർ തോട്ട്സ് ഓഫ് ഗോഡ് ആർ ടു ഹ്യൂമൻ. നീ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വെറും മാനുഷികമായിട്ടാണ്. ഗോഡ് ഈസ് ബിയോണ്ട് യുവർ കോംപ്രഹെൻഷൻ. നിന്റെ ചിന്തകൾക്ക് എത്രയോ അതീതനാണ് ദൈവം. നീ ചിന്തിക്കുന്നത് നിന്റെ ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു ദൈവത്തെയാണ്. അതല്ല, ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തി, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെയാണ് എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും തമ്മിൽ. ഗോഡ് ഈസ് സോ ഗ്രേറ്റ്. ആ ദൈവം കരുണയുള്ള ദൈവമാകിയാൽ, സ്നേഹമുള്ള ദൈവമാകിയാൽ, ഒരു അപ്പന് മക്കളോട് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹമുള്ളതുപോലെ തൻ്റെ ജനം മനസ്സിലാക്കാൻ വെളിപ്പെടുത്തി തന്നിരിക്കുന്നതാണിത്. അതുപോലെയുള്ള ദൈവത്തിന്റെ ഒരു ആർദ്രതയുള്ള ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ഭാവി പരിപാടികൾ ഇതിനകത്ത് രേഖപ്പെടുത്തി തന്റെ ജനം അത് അറിയണം, തന്റെ ജനം മനസ്സിലാക്കണം, തന്റെ പ്രവർത്തനങ്ങൾ അവരും കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. നമ്മൾ ഓർക്കണം, നേരത്തെ ദൈവം ന്യായവിധികൾ നടത്തിയിട്ടുണ്ട്. അതോരോ പ്രത്യേക സ്ഥലത്ത്. ഇപ്പൊ ഈജിപ്തിൽ ദൈവത്തിന് ന്യായവിധി നടന്നു. അത് ഈജിപ്തിൽ നടന്ന ആ പ്രദേശത്ത് മാത്രം, പ്രദേശത്ത് നടന്ന. ഇസ്രായേലിനെ പീഡിപ്പിച്ചവരെ ദൈവം പീഡിപ്പിച്ചിട്ടുണ്ട്. അത് ആ പ്രദേശത്ത് നടന്ന. ബാബിലോണിലും അസീറിയയിലും ഒക്കെ നടന്നു. ഇവിടെ വായിക്കുന്നത് എന്താണ്? ഇവിടെ വായിക്കുന്നത് അത് നിറച്ച് 5-ാം വാക്യത്തിൽ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇതാണ് കർത്താവ് പറഞ്ഞ ഭൂമിയിൽ ആഗോളം വരുന്ന പരീക്ഷാകാലം. സഭ പീഡനത്തിലൂടെ കടന്നു പോകും എന്നും പീഡനത്തിലൂടെ കടന്നു പോകില്ല എന്നും പറയുമ്പോൾ ചില കൂട്ടർ പറയുന്നത് സഭയ്ക്ക് ആദ്യം തൊട്ടേ പീഡനമുണ്ടെന്നാണ്. സഭയ്ക്ക് പീഡനം ഉണ്ടായിട്ടുണ്ട്, റോമാക്കാരും പീഡിപ്പിച്ചിട്ടുണ്ട്, പലരും പീഡിപ്പിച്ചിട്ടുണ്ട്. അതൊരു ലോക്കലൈസ്ഡ് ആണ്. എന്നാൽ ഇവിടെ വായിക്കുന്നത് ആഗോളമായ ഒരു പ്രതിഭാസമാണ്. ദൈവത്തിന്റെ ന്യായവിധി മുഴു ലോകത്തിന്റെ മേലും വരികയാണ്. അതാണ് ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ സംഭവിക്കാത്തമായ ഒരു കഷ്ടകാലം. ഭൂമിയിൽ ആഗോളം വരുന്ന പരീക്ഷാകാലം. ഭൂമിയിൽ എല്ലായിടത്തും വരുന്നത്. ഇവിടെ വായിക്കുമ്പോൾ ഭൂമിയിലോട്ട് എടുത്തെറിയ, അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല, സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഭൂമിമേൽ സർവ്വഭൂതലത്തിൽ വസിക്കുന്ന ജനത്തിന്റെ മേൽ വരും. 7-ാം വാക്യത്തിൽ വായിക്കുന്നില്ലേ, തീയും ഭൂമിമേൽ ചൊരിഞ്ഞു, ഭൂമിയിൽ 3 വെന്തുപോയി, 3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 3 പോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പോൾ ഇത് 1/3 ജഡ്ജ്മെന്റ് ആഗോളമായി ഭൂമിമേൽ വരുന്നതാണ് ഇവിടെ വായിക്കുന്നത്. അത് ശരി. ഇവിടെ അപ്പോൾ 1-ാമത്തെ നൂതി, അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ 3 വെന്തുപോയി. നമ്മൾ ഓർത്തു, മീറ്റോസ് ഭൂമിയിൽ വീഴുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഉൽക്കകള്, ആകാശം, ഈ ആകാശത്തിന്റെ തട്ടുകള് പൂച്ചുരുൾ പോലെ ചുരുട്ടി മാറ്റുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുവാൻ പിന്നെ അറ്റ്മോസ്ഫിയർ എയർ ഇല്ല, സുരക്ഷ വലയില്ല. ഇത് ഭൂമിമേൽ വന്ന് പതിക്കുകയാണ്. ആ പതിക്കുമ്പോൾ ദൈവം ഇവിടെ പറയുന്നുണ്ട്, തീയും കൽമഴയും തീ ഭൂമിമേൽ ചൊരിയും. ഭൂമിമേൽ തീ വരികയാണെങ്കിൽ ആലോചിച്ച് നോക്കി. ഇവിടെ വായിക്കുന്നുണ്ട്, ചൊരിഞ്ഞു, ഭൂമിയിൽ 3 വെന്തുപോയി, വൃക്ഷങ്ങളിൽ 3 വെന്തുപോയി, എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. അപ്പം സസ്യജാലങ്ങളിൽ 3 നശിക്കുമ്പോൾ, എല്ലാ പുല്ലും നശിച്ചു എന്ന് പറയുമ്പോൾ ഗോതമ്പ്, നെല്ല്, അങ്ങനെയുള്ള അതെല്ലാം സസ്യജാലങ്ങളിൽ വരുന്ന അത് മുഴുവൻ നശിച്ചു പോകും.
അത് വളരെ ഘനതരമായ ഒരു ശിക്ഷാവിധിയായിട്ടാണ്. ഘനതരമായ ഒരു ശിക്ഷയാണ്. കാരണം മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ധാന്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ധാന്യങ്ങളുടെ കലവറകൾ ഇവിടെ തീർക്കുകയാണ് ദൈവകോപത്തിൽ വരുമ്പോൾ. മനുഷ്യൻ ഈ ധാന്യങ്ങളും ആവശ്യം പോലെ നീ ഇഷ്ടം പോലെ തിന്നുക മാത്രമല്ല, നിന്നോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിന്റെ ദൈവമായ യഹോവയെ നീ സ്തുതിക്കുകയും ചെയ്യണം. ദൈവത്തെ ഓർക്കണം, ദൈവത്തോട് നന്ദി കാണിക്കണമെന്ന കൽപ്പന ഉണ്ടായിരുന്നു. ആ കൽപ്പന മനുഷ്യൻ മാനിച്ചില്ല. ആ ലോകത്തിന്റെ മേൽ ദൈവം ന്യായവിധി അയക്കുക. അവരുടെ ആഹാരത്തിന് ദൈവം മുട്ടുവരുത്തുക. അതെ അതെ, ഈ എല്ലാ പച്ചപ്പുല്ലും കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം മാറ്റുക. യോബേൽ പ്രവചനത്തില് 1-ാം അധ്യായത്തില് അത് വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകമല്ലേ യോബേൽ പുസ്തകം? പഴയ നിയമത്തിലെ ചെറിയ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണ് യോബേൽ എന്ന് പറയുന്ന പ്രവാചകൻ. യോബേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ന്യായവിധികൾ ഉണ്ടായി എന്ന് അവിടെ, പക്ഷേ ഇത് ആഗോളമായി സംഭവിക്കാൻ പോകും. അത് പ്രാദേശികമായിട്ടുള്ള ന്യായവിധി മാത്രമായിരുന്നു. 1-ാം അധ്യായത്തിന്റെ 15 തൊട്ട് വാക്യം. യോബേൽ 1-ാം അധ്യായത്തിന്റെ അവിടെ വായിക്കുന്നുണ്ട്, മൃഗങ്ങൾ എത്ര ഞരങ്ങുന്നു, കന്നുകാലികൾ മേച്ചിലായിക്കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ആടുകൾ ദണ്ഡം അനുഭവിക്കുന്നു. യഹോവേ, നിന്നോട് ഞാൻ നിലവിളിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കും, പറമ്പിലെ വൃക്ഷങ്ങളെല്ലാം ജ്വാലയ്ക്കുമിരയായി തീർന്നുവല്ലോ. നീർത്തോടുകൾ വറ്റിപ്പോവുകയും ഭൂമിയിലെ പുൽപ്പുറങ്ങൾ തീക്കിരയായി തീരുകയും ചെയ്തുകൊണ്ട് വയലിലെ മൃഗങ്ങൾ നിന്നെ നോക്കി കിതയ്ക്കുന്നു. ക്ലിയറായിട്ട് പറഞ്ഞിട്ടില്ലേ? വയലിലെ മൃഗങ്ങൾ ഭക്ഷിക്കുന്ന പുല്ലുകളെല്ലാം കത്തിപ്പോയി. മനുഷ്യന് ധാന്യം കൊടുക്കുന്ന ധാന്യപ്പുരകളായിരിക്കുന്ന ഇതെല്ലാം കത്തിപ്പോയി. വൃക്ഷങ്ങളിൽ 1/3 കത്തിപ്പോയി. നോക്കുക, ഭയാനകമായ 1/3 ന്യായവിധി വെജിറ്റേഷൻ വേൾഡിന്റെ മേൽ ദൈവം നടത്തുന്ന ചിത്രമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. സസ്യലോകത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി. അതെ, നടത്തുന്ന ന്യായവിധി. ഇനിയും 2-ാമത്തെ ദൂതനൂതുമ്പോൾ 8-9 വാക്യം. 2-ാമത്തെ ദൂതനൂതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി, കപ്പലുകളിൽ 1/3 ഛേദം വന്നു. നോക്കുക, ആദ്യം വായിച്ചത് വെജിറ്റേറിയൻ കിങ്ഡം, വെജിറ്റേഷനിലെ 1/3. രണ്ടാമത് ഇപ്പോൾ വായിക്കുന്നത് സമുദ്രത്തിലെ 1/3. മനുഷ്യനാഹാരം നൽകുന്ന ഒരു മേജർ പാർട്ട് സമുദ്രത്തിലെ മത്സ്യങ്ങളും ജീവികളുമാണ്. അതിൽ 1/3 ഇവിടെ നശിക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചു, 2-ാമത്തവൻ ഊതിയപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടൽ 1/3 രക്തമായി തീർന്നു. വൻമല എറിഞ്ഞെന്നല്ല, വൻമല പോലെ ഒന്ന്. അതെ അതെ, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. As it were a great mountain burning with fire. എന്തോ മല പോലെ ഒന്ന് കടലിലേക്ക് വീഴുന്നതായിട്ട്, മല പോലെ കത്തുന്ന എന്തോ വന്ന് വീഴുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജൻ ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ സംഭവിച്ചാൽ സമുദ്രത്തിലോട്ട് നോക്കിയാൽ കത്തുന്ന ഒരു മല വന്ന് വീഴുന്ന പോലെ ഇരിക്കും സമുദ്രത്തിൽ പതിച്ചാൽ. എന്നാൽ ഇവിടെ നമ്മൾ നോക്കണം, അതുപോലെ ഈ നമ്മൾ ഓർത്തു, ഈ പീഡന കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ, മാരകായുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുക. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ കണ്ടു, സമുദ്രത്തിൽ എറിഞ്ഞ് കടലിൽ 1/3 രക്തമായി തീർന്നു. നമുക്കറിയാം, കടലിലെ ഒരു ജീവിയെ, ഒരു ഉദാഹരണമായിട്ടൊരു തിമിംഗലമോ അതുപോലുള്ള ജീവികളെയോ മുറിവേറ്റാൽ അതിൻ്റെ ചോര അവിടെ മുഴുവൻ അങ്ങ് രക്തനിറമാക്കി തീർക്കും. 1/3 ജീവികൾക്ക് ഇതുപോലെ ക്ഷത സംഭവിക്കുകയാണെങ്കിൽ സമുദ്രത്തിൽ 1/3 രക്തതുല്യമായി മാറും. ഇവിടെ വായിക്കുന്നതാണ്, സമുദ്രത്തിലേക്ക് എറിഞ്ഞ് 1/3 രക്തമായി തീർന്നു. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികൾ 1/3 ചത്തുപോയി, കപ്പലുകളിൽ 1/3 ഛേദം വന്നു. നമ്മൾ ഓർക്കണം, ഇന്ന് എല്ലാ രാജ്യങ്ങളും ശത്രു രാജ്യത്തിൻ്റെ നേരെ മിസൈലുകളൊക്കെ തൊടുത്തു വെച്ചിരിക്കുക. അതിൽ ഏറിയ പങ്ക് രാജ്യങ്ങളുടെ മിസൈലുകൾ അവരുടെ കപ്പലുകളുടെ നേരെ തൊടുത്തു വെച്ചിരിക്കുക. അന്ന് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ 1/3 കപ്പലിന് ഛേദം വരും, 1/3 സമുദ്രത്തിലെ മത്സ്യങ്ങൾ ചത്തുപോകും, 1/3 സമുദ്രം രക്തമായി മാറും. ആദ്യം നമ്മൾ ഓർത്തു, 1-ാം കഹളം ഊതിയപ്പോൾ വെജിറ്റേറിയൻ കിങ്ഡത്തിൽ 1/3 നശിക്കുന്നു. ഇവിടെ 1/3 കപ്പലിലുള്ളത് നശിക്കുന്നു, സമുദ്രത്തിലുള്ളത് നശിക്കുന്നു, 1/3 കപ്പലുകൾ നശിച്ചു പോകും. അത് 2. 3-ാമത്തെ ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ വാസ്തവത്തിൽ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് 20 നൂറ്റാണ്ട് മുമ്പ് രേഖപ്പെടുത്തി ഇരിക്കുന്ന ഈ കാര്യങ്ങൾ സംഭവിക്കാൻ ദൈവം പ്രത്യേകിച്ച് ഒന്നും സ്വർഗത്തിൽ നിന്നുണ്ടാക്കി ഇങ്ങോട്ട് എറിയേണ്ട കാര്യമില്ല. ഇത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപകടം ദൈവം തൻ്റെ ശിക്ഷാവിധി അയക്കാൻ വേണ്ടി ഉപയോഗയോഗ്യമാക്കുക, അല്ലേ?
ഇത് ഈസി ആയിട്ട് ഫുൾഫില്ലാകും. ഇത് വളരെ നമ്മുടെ കണ്ണിന് മുമ്പിൽ സംഭവിക്കും എന്നുള്ളതിന് ഉറപ്പ് വാസ്തവത്തിൽ ഇന്നത്തെ ലോക സംഭവങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലായി. അവിടെ തന്നെ വായിച്ച പോലെ മലയല്ല വന്ന് വീഴുന്നത്, മലയല്ല, വൻമല പോലെ കത്തുന്ന ഒന്ന് കത്ത്. ഇറ്റ് വാസ് എ ബേണിംഗ് മൗണ്ടൻ. അങ്ങനെ ഒരെണ്ണം വീണു 2000 വർഷം മുമ്പ് കാണിച്ചിട്ട് എഴുതാനായിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം എഴുതി വെക്കുക, മല പോലെ എന്തോ സമുദ്രത്തിൽ കത്തി വന്ന് വീണിട്ട് അവിടെ 1/3 ഛേദം വരുന്നതായിട്ട്. അത് ഇന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. നമുക്കിന്നത് യാതൊരു സംശയമില്ലാതെ മനസ്സിലാക്കാം. സമുദ്രത്തിൽ വീഴുന്ന ബോംബുകളോ മിസൈലുകളോ ഹൈഡ്രജൻ ബോംബുകളോ ഒക്കെ ഇതുപോലെ ഈ പ്രതിഭാസം സംഭവിക്കുമ്പോൾ ഇതുപോലെ കാണുന്നത് ഈ 1/3 നശിപ്പിക്കപ്പെടുകയും ഇത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്, ഒരു കാര്യമായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് 19 വാക്യം നോക്കിയാട്ടെ. 3-ാമത്തെ ദൂതനൂതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു, നദികളിൽ 1/3 നീറുവീഴിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ആദ്യത്തെ കാഹളം ഊതിയപ്പോൾ സസ്യജാലങ്ങളിൽ 1/3 പോയി. രണ്ടാമത്തെ കാഹളം ഊതിയപ്പോൾ സമുദ്രത്തിലെ 1/3 പോയി. 3-ാമത്തെ കാഹളം ഊതുമ്പോൾ നീരുറവകൾ, നദികൾ, മനുഷ്യൻ കുടിക്കുന്ന ജലാശയത്തിൽ 1/3 കാഞ്ഞിരം പോലെ ആകുകയാണ്. മനുഷ്യൻ കുടിക്കുന്ന ജലാശയം അത് കുടിക്കാൻ വയ്യാത്ത നിലയിൽ അത് പൊള്യൂട്ടഡ് ആകുകയാണ്. ഇനി ഇവിടെ നമുക്ക് ചിന്തനീയമായ ഒരു കാര്യമുണ്ട്. ചിന്തനീയമായ ഒരു കാര്യം ഞാൻ 1-2 വാക്യമെങ്കിലും വായിച്ചിട്ട് കാണിക്കാം. ജെരമ്യാ പ്രവചനം 9-ാം അധ്യായം. ജെരമ്യാ പ്രവചനം 9-ാം അധ്യായം ബൈബിളിൽ പഴയ നിയമത്തിന്റെ ഏതാണ്ട് 2500 വർഷം മുമ്പ് കുറിച്ചു വെച്ച പ്രവചന വാക്യമാണ്. അതിൻ്റെ 9:13 തൊട്ടുള്ള വാക്യം. ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ച് എൻ്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിൻ്റെ ശാഠ്യത്തിലും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നത് കൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും. അവിടെ സാറേ അത് ആ വാക്ക് തന്നെ ഇവിടെ പറയുന്നു. അതിന്റെ അല്പം വിശദീകരണം കൂടെ ഞാൻ പുറകെ പറയാം. ദൈവം പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവരെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച നഞ്ചുവെള്ളം കുടിപ്പിക്കും. 23-ന്റെ അതേ പ്രവാചകൻ തന്നെ 23-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. 23-15 അവിടെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയുടെ പ്രവാചകന്മാരെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരുശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. കാഞ്ഞിരം എന്നുള്ള ഇംഗ്ലീഷ് വായിച്ചാൽ വേംവുഡ് ആണ്. വേംവുഡ് അത് മരമാണോ? അത് കാഞ്ഞിരം എന്ന് പറയുന്നത് നമുക്കറിയാം, കാഞ്ഞിരം കഴിക്കുന്ന ഒരു സാധനമാണ്. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഒന്ന് നോക്കിക്കാട്ടെ ആ വാക്യം. ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു, നദികളിൽ 1/3 നീരുള്ളിന്മേലും ആയിരുന്നു. ആ നക്ഷത്രം കാഞ്ഞിരം എന്ന് പേർ. നക്ഷത്രത്തിന് കൊടുത്ത ഒരു പേരാണ് കാഞ്ഞിരം. ഇവിടെ നമ്മൾ വായിക്കണം, കത്തുന്ന ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം വന്ന് നദികളിന്മേൽ പതിക്കുകയാണ്. ഇത് കുടിപ്പിക്കുമെന്ന് വീണ്ടും ആവർത്തനം 29-ലും പറഞ്ഞിട്ടുണ്ട്. 29-ന്റെ 17-ലും 18-ലും നഞ്ചും കയ്പിന്റെ ഫലം കായ്ക്കുന്ന യാതൊന്നും വരുത് എന്നുള്ളത് പറയുമ്പോൾ ദൈവം പ്രവാചകനിലൂടെ രേഖപ്പെടുത്തിയ പോലെ ഇവിടെ വേംവുഡ്, കാഞ്ഞിരം എന്ന വാക്ക് നമുക്ക് കുറച്ചുകൂടെ അർത്ഥപൂർണമായി തീർന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാനത് നോട്ട് ചെയ്ത് വെച്ചത് ഓർമ്മയുണ്ടോ? 1986-ൽ ചെർണോബിൽ ന്യൂക്ലിയർ ആക്സിഡന്റ്. അതെ, വലിയ വാർത്താ മാധ്യമങ്ങളിൽ വന്ന ഒരു സംഭവമായിരുന്നു. അവിടെ എവിടെയായി നടന്നത്? ഉക്രൈനിലെ ചെർണോബിൽ എന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. ഈ സോവിയറ്റ് റഷ്യയിൽ സംഭവിച്ചാണ്. അവിടുത്തെ ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ സംഭവിക്കുകയായിരുന്നു. ഉക്രൈനിയൻ ഭാഷയിലെ വായിച്ചാൽ ഈ നക്ഷത്രത്തിന്റെ പേരുണ്ടല്ലോ, കാഞ്ഞിരം എന്നുള്ള. ചെർണോബിൽ എന്ന വാക്ക് ഈ പറഞ്ഞ വേംവുഡ് എന്നുള്ള വീടാണ്. ശരി, ആ അർത്ഥമാണ് വരുന്നത്. അവിടെ എന്താ സംഭവിച്ചത്? ആ ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടായ ശേഷം അവിടെയുള്ള ജലാശയങ്ങളും മറ്റും അത് കണ്ടാമിനേറ്റഡ് ആയിപ്പോയി, കുടിക്കാൻ വയ്യാതായിപ്പോയി. കുടിക്കുന്നവര് ഉറവുകൾ കേടായിപ്പോയി. ഒരു പക്ഷെങ്കിൽ അത് സംഭവിച്ചത് ദൈവം മനുഷ്യനൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇവിടെ
ഈ നക്ഷത്രം പോലെ ഒന്ന് വീണിട്ട് അവിടെ സംഭവിക്കുന്നത് മാനവരാശിക്ക് അത് കുടിച്ചാൽ മരിച്ചു പോകത്തക്കവണ്ണം അത് കണ്ടാമിനേറ്റഡ് ആയി തീരുന്ന ചിത്രമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്ററിൽ നിന്ന് സംഭവിക്കുന്നതാകാം എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഓക്കെ, അന്ന് സംഭവിച്ചത് ചെർണോബിൽ ദുരന്തം സംഭവിച്ചത് ഇതിന്റെ കൃത്യമായ പൂർണ്ണമായ ഒരു നിവൃത്തിയാണെന്ന് പറയാൻ പറ്റുകയില്ലെങ്കിലും ഒരു 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 പക്ഷേ ഒരു ഭാഗികമായ നിവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? വെള്ളം കുടിച്ചാൽ മരിച്ചു പോകും. ഇത് സംഭവിക്കും എന്നുള്ളതിന്റെ ഒരു നല്ല തെളിവാണ്. ഇവിടെ അതാ വായിക്കുന്നത്. വെള്ളം കയ്പായതിനാൽ മനുഷ്യർ പലരും മരിച്ചുപോയി. ആ വെള്ളം കുടിച്ചാൽ അവിടെ മരിക്കുന്നു. ഈ ന്യൂക്ലിയർ റേഡിയേഷനുള്ള വെള്ളം കുടിച്ചാൽ മരിച്ചു പോകും. തീർച്ചയായിട്ടും. ചെർണോബിൽ അത് സംഭവിച്ചു, ഉക്രൈനിലെ ചെർണോബില്. ദൈവം അത് അവിടെ സംഭവിച്ചത് മാനവരാശി ഒരു പക്ഷെങ്കിൽ ഓർപ്പിക്കാനാണ് ഇതിങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. ആദ്യം വെജിറ്റേറിയൻ 1/3 പോകുന്നു, സമുദ്രങ്ങളിലുള്ളത് 1/3 പോകുന്നു, പിന്നെ കുടിവെള്ളത്തിന്മേൽ, അതെ, നീരുറവുകളിന്മേലെ 1/3 പോകുന്നു. ഇനിയും 12ാം വാക്യം നോക്കിയാല് 12ാം വാക്യം, 4ാമത്തെ ദൂതൻ തന്നെ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങൾ 1/3 ബാധ തട്ടി. ഇവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതായി. അതിനേക്കാൾ ഭയങ്കരമായ തീവ്രത. ഹെവൻ ഈസ് സ്ട്രക്ക്. സൂര്യചന്ദ്ര നക്ഷത്രാദികൾ 1/3 പ്രകാശം കൊടുക്കാതെ വരികയാണ്. നമ്മൾ ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18 തൊട്ടുള്ള വാക്യം ഞാനത് വായിച്ചോട്ടെ. ആമോസ് പ്രവാചകൻ, ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 18 തൊട്ട് 20 വരെയുള്ള വാക്യം. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമരോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെ ആകും. യഹോവയുടെ ദിവസം വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ, ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ് തന്നെ. കണ്ടോ, ആ വരാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം പറയുക. ഭയങ്കരമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നാളെ രാവിലെ സൂര്യൻ പ്രകാശമില്ലാതെ ഉദിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? സങ്കല്പിക്കാൻ പറ്റാത്തൊരു കഷ്ടതയാണ്. എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ വില അറിയുന്നില്ല. അതെ. എന്നാൽ ദൈവം സൂര്യനെ ഇരുട്ടാക്കും. കാരണം ദൈവം സൃഷ്ടിച്ചതാണ് ഈ സൂര്യൻ അല്ലേ? അതെ. എനിക്ക് തോന്നുന്നത് ബൈബിളിലെ ആദ്യ പുസ്തകത്തിൽ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറയുന്നത്. ഇത് 1/3 ദൈവത്തിന്റെ കോപത്തിൽ ബാധ തട്ടുക. അവിടെയും ഒരു കരുണയുടെ ലെവലേശമുണ്ട്. 1/3 ഇരുട്ടുന്നുള്ളൂ. 1/2 വെളിച്ചം ദൈവം അവിടെയും ദൈവം ആഗ്രഹിക്കുന്നു ഇവർ മാനസാന്തരപ്പെടാൻ. അതെ. ദൈവത്തിന്റെ കരുണ എത്ര വലുത്. ദൈവത്തിന്റെ കരുണയുടെ കടല. ഞാൻ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത ഞാൻ കുറിച്ചെടുത്തു. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതായത് 1984 ജൂലൈ 28 വന്ന മലയാള മനോരമയിലെ ഒരു വാർത്തയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ കടലാസം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഭൂമി ഒരു വർഷം ഇരുട്ടിലാകും. മോസ്കോ ഫസ്റ്റ് ന്യൂക്ലിയർ വാർ, ഭൂഗോളം ഒരു വർഷം ഇരുട്ടിലാഴ്ത്തുമെന്ന് റഷ്യൻ വിദഗ്ധനായ നികിത മൊയ്സോവ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കണക്കാക്കിയിരിക്കുന്നു. അണുസ്ഫോടനത്തെ തുടർന്ന് ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന ലക്ഷക്കണക്കിന് ടൺ മണ്ണും മറ്റും അവശിഷ്ടങ്ങളും ഭൂഖണ്ഡങ്ങളിൽ ആളിപ്പടരുന്ന അഗ്നിജ്വാലകളും സൂര്യപ്രകാശത്തെ പൂർണ്ണമായി മറവ് ചെയ്യുമെന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് താനെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓർക്കണം, ഒരു ന്യൂക്ലിയർ യുദ്ധം നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ മണ്ണും നമ്മൾ ഓർക്കണം, ഭൂമി മുഴുവൻ കത്തി, 1/3 വൃക്ഷം കത്തി, സ്വല്ല പുല്ലും കത്തി. ഇതിൻ്റെ എല്ലാം പുകപടലങ്ങളും ഈ ലക്ഷക്കണക്കിന് ടണ്ണ് ഈ മണ്ണ് വെല്ലം കൂടെ മുകളിലോട്ട് കയറുമ്പോൾ സൂര്യപ്രകാശം അങ്ങ് അടഞ്ഞു പോവുകയാണ്. ഇത് സംഭവിക്കുമെന്ന് റഷ്യയിലെ ഒരു ശാസ്ത്രജ്ഞൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. റഷ്യയിലെ ശാസ്ത്രജ്ഞൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം സത്യമാണത്. അതെ, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കണം, ഇതെല്ലാം ആധുനിക ശാസ്ത്രത്തിന് ഇത് സംഭവിക്കുമെന്ന് സംശയിക്കുമ്പോൾ നമ്മൾ ഓർത്തതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവജനത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അന്നത്തെ റീഡേഴ്സിന് മനസ്സിലാകാവുന്ന ഭാഷയിൽ ദൈവം സിമ്പിൾസ് ഉപയോഗിച്ച് അത് കാണിച്ചു കൊടുത്തു അല്ലേ? ദൈവം കാണിച്ചു കൊടുത്തു, വെളിപ്പെടുത്തി. അതുപോലെ തന്നെ ഈ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, രക്തം കലർന്ന കൽമഴയും തീയും ഭൂമിമേൽ ചൊരി. രക്തം കലർന്ന കൽമഴ, റെയിൻ വിച്ച് ലുക്ക് ലൈക്ക് എ റെയിൻ ഓഫ് ബ്ലഡ്. ഇന്ന് പലയിടത്തും അങ്ങനെയുള്ള മഴകൾ പെയ്യുന്നുണ്ട്. അതെ, വാർത്തകളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഈ കെമിക്കൽ, ഈ പൊള്യൂഷൻ എല്ലാം കൂടെ മുകളിൽ പോയിട്ട്
ചുവന്ന നിറമുള്ള മഴ പെയ്യുന്നു. അതെ, ഇങ്ങനൊക്കെ വായിക്കുന്നുണ്ട്. വർണ്ണമഴ, പല വിധത്തിലുള്ള മഴകൾ വായിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് കത്തിയിട്ടുണ്ട്. ഈ ഇറാഖിലെ സാദം ഹുസൈൻ കുവൈറ്റ് ഇൻവൈഡ് ചെയ്തപ്പോൾ, കുവൈറ്റിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അവിടുത്തെ എണ്ണക്കിണറുകൾക്കെല്ലാം തീയിട്ടു. ഞാൻ ഗൾഫിൽ എവിടെ പോയപ്പോഴാണ്, ഇനി കുവൈറ്റിൽ തന്നെ പോയപ്പോഴാണോ, അത് കഴിഞ്ഞിട്ട് ഇന്ത്യക്കാർ ഇവിടുന്ന് പോയല്ലോ, ആ പോകുന്നവർക്ക് വെള്ള ഉടുപ്പിട്ടുകൊണ്ട് പുറത്തു പോയാൽ തിരിച്ചു വന്നാൽ കറുത്തിരിക്കും. ആ സമയത്തും ആ പുകയുടെ ശല്യമാണ്. ഇത് നാളുകൾ കഴിഞ്ഞിട്ടും അന്തരീക്ഷത്തിൽ മുഴുവൻ ഈ കാർബൺ കത്തി നിൽക്കുന്നത് ഷർട്ടുകൾ മുഴുവൻ അങ്ങ് കറുപ്പ് നിറമാക്കുക. അപ്പൊ പിന്നെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് വന്നാൽ എത്രയോ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് നമ്മളതിന് മുദ്രയിടുക അല്ലേ? അത് ദൈവം പറഞ്ഞത് സംഭവിക്കും. അനേക മൈലുകൾ ദൂരേക്ക് ഈ പുകപടലങ്ങൾ, ഈ സ്മോക്ക് പോയി, അത് പിന്നെ കുറേശ്ശെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഇത് ഭൂമിയിലോട്ട് വന്ന് മനുഷ്യന്റെ വസ്ത്രത്തിലും ദേഹത്തും എല്ലാം വീഴുകയാണ്. ഇത് ഇവിടെ നമ്മൾ വായിക്കുന്നത് വാസ്തവത്തിൽ ആധുനിക ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ 2000 വർഷം മുമ്പ് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുക. അതെ അതെ, തെറ്റില്ലാത്ത ദൈവത്തിൻ്റെ വചനം, തെറ്റ് സംഭവിക്കുവാൻ പാടില്ലാത്ത ദൈവത്തിൻ്റെ വചനം. ഇന്നത്തെ ഈ ആധുനിക ശാസ്ത്ര യുഗത്തിൽ നമുക്ക് ദൈവം വളരെ മുൻപ് തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമ്മളെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന സത്യങ്ങളാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സത്യങ്ങൾ. നമ്മളൊക്കെ പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ 7th പീരീഡ് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം കൊടുക്കുകയല്ല. അവൻ്റെ ചുവറ്റുപത്ര പാത്രങ്ങളും അവൻ്റെ ബുക്കുകളും ഒക്കെ കെട്ടി അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അവൻ്റെ വീടാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാരവിടെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ അന്ത്യകാല സംഭവങ്ങൾ നിവൃത്തിയാകാൻ പോകുന്നത് നാം കാണുമ്പോൾ, ദൈവജനം കാണുമ്പോൾ നമുക്കൊരു വലിയ യാത്ര ദൈവം സമ്മാനിക്കുകയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം ജനത്തെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാനായിട്ടുള്ള തൻ്റെ വരവ് വളരെ സമീപമായിരിക്കുന്നു. ലോകചരിത്രത്തിലെ അവസാനത്തെ പീരീഡുകളിലുള്ളതായിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങളുടെ ദൃക്സാക്ഷികളാകുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നൊരു തലമുറയാണോ നാം ഗൗരവമായിട്ട് സംശയിക്കുക. അതേസമയം പ്രത്യാശയാൽ നിറയുക, ഈ വചനം കൂടുതലായിട്ട് പഠിക്കുക. തുടർന്നുള്ളതായിരിക്കുന്ന പരിപാടികളിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു. പാപപരിഹാരം, പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് പരിഹാരം വരുത്തിയെങ്കിലേ സാധിക്കുകയുള്ളല്ലോ. പാപത്തിൻ്റെ ശിക്ഷ മരണമായതുകൊണ്ട് പാപത്തിൻ്റെ പരിഹാരമായ മരണത്തിന് മരണം തന്നെ കൊടുത്തു തീർത്ത് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. മരണത്താൽ മുട്ടുകുത്തിച്ച് മരണത്തെ ജയിച്ചുയർത്തുന്നേറ്റ ഈ കർത്താവായ യേശുക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിന് ദിശാബോധം നൽകുവാനായിട്ട് കഴിയും. മരണാനന്തര ജീവിതത്തിൽ പ്രത്യാശ നൽകുവാനായിട്ട് കഴിയും. മടങ്ങി വരിക, ഈ ദൈവത്വത്തിലേക്ക് മടങ്ങി വരിക. 2432 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയ ബൈബിളിലെ സെഖര്യാ പ്രവചനം 14-ാം അധ്യായം 12-ാം വാക്യം നിവൃത്തിയാകുന്നതും ഇനിയും നിവർത്തിക്കുന്നതും എപ്പോൾ? ന്യൂക്ലിയർ യുദ്ധത്തെപ്പറ്റി, ഉൽക്കകൾ പതിക്കുന്നതിനെപ്പറ്റി, ഇസ്രയേലിന്റെ ലംഘനങ്ങൾ, ഏകലോക ഗവൺമെന്റ്, ഏകലോക നേതാവായ എതിർ ക്രിസ്തു, ലോക ചരിത്രത്തിൽ വന്നുപോയ സാമ്രാജ്യങ്ങളെപ്പറ്റിയും ബൈബിൾ, 666 സംഖ്യയും മൃഗത്തിന്റെ സംഖ്യയും, അന്തർദേശീയ പണമിടപാടുകൾക്കുള്ള സ്വിഫ്റ്റ് സംവിധാനം. ഈ വിഷയ പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD. അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ P. തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് സധൈര്യം ചോദിക്കുവാൻ കഴിയും. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്നു മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ: കർത്താവേ, അങ്ങയുടെ മരണം എൻ്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു.
ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് 3 പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. കൂടുതൽ പഠനത്തിന് CD-കളും DVD-കളും. ദൈവവചനം അഥവാ ബൈബിൾ, ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ, ലോകവും സഭയും, ഉത്തമഗീതം, ലോക സംഭവങ്ങൾ, പരിശുദ്ധാത്മാവ്, മരണം ഒരു കവാടം, 7 സഭകൾക്കുള്ള ദൂത്, ലോകാന്ത്യവും ജീവിതാന്ത്യവും, ദൈവകൃപ, ദാനിയേൽ പ്രവചനം, യഹോവയുടെ ഉത്സവങ്ങൾ, ലേവ്യ യാഗങ്ങൾ, വെളിപ്പാട് ഒരു പഠനം, രക്ഷ, ലോകാന്ത്യ സംഭവങ്ങൾ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക.